2:19 ലൂക്കാസ് വിശേഷം അവരുടെ ഹൃദയത്തെ സംഗ്രഹിച്ചു. അതുകൊണ്ട് അതെന്താണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഈക്വൽ വേർഡ് എന്താണ്? അവൾ തർക്കിച്ചില്ല, ബഹളമുണ്ടാക്കിയില്ല. ദൈവത്തിലെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള ചില അനുഭവങ്ങളിലൂടെ ആകസ്മികമായി നിൻ്റെ ഭർത്താവ് മാറിപ്പോകുന്നു. അങ്ങനെ വരാമല്ലോ. ആകസ്മികമായി നിൻ്റെ ഭർത്താവ് മാറിപ്പോകുന്നു, സ്വഭാവം മാറിപ്പോകുന്നു. അങ്ങനെ വരാം. ഉടനെ പോയി നീ പോയിസണൊന്നും അടിച്ച് തിന്നേക്കരുത്. ആകസ്മികമായെന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു മൈക്കെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ 6 ഗേൾ ഫ്രണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റായി നിൽക്കണം. അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൻ ഇട്ടിരിക്കുകയാണത്. അവൻ്റെ 6 ഗേൾ ഫ്രണ്ടുകൾ ഒരുമിച്ച് പ്രഗ്നൻ്റായിരിക്കുന്ന, എന്നിട്ട് ഈ ഗർഭിണി പെണ്ണുങ്ങളെല്ലാം വയറും തടവി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ട് നിൽക്കണം. ആയിക്കട്ടെ, എന്തൊരു കാഴ്ച. ഒരു മൊത്തം 3 ലക്ഷത്തോളം കമൻ്റാണ് അതിന് താഴെ. ചിലർ പറയും കോളടിച്ചല്ലോ, ചിലർ പറയും എങ്ങനെ ഒപ്പിച്ചു, ഇങ്ങനെ എന്തെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടി കമൻറ്റുകളാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ദൈവമേ, വരാൻ പോകുന്ന ലോകം എന്തൊരു ലോകമായിരിക്കും. മൈക്കിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടും അവൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടും പെറ്റുകൂട്ടി എന്തുമാത്രം ലൈംഗിക അരാജകത്വങ്ങളും ധാർമ്മിക ച്യുതികളും കുടുംബ തകർച്ചകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാര്യം മൈക്കിന് കിട്ടിയിട്ടുള്ള ഈ അപ്ലോസ് മാത്രം മതി. അപ്പം ഇങ്ങനെ ഒരു ഇതൊരു രോഗമാണിത്. നമ്മൾക്ക് ഒരു സൂചന തരികയാണ്. കാര്യം അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളാണ് നമുക്ക് തരുന്ന സൂചനകൾ. മൈക്കിൻ്റെ മാത്രം അപവാംശമല്ലത്. അവനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മഹാസമൂഹം ഇന്ന് ഭൂമിയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നിൻ്റെ ഭർത്താവ് നിന്നോടൊരു താല്പര്യക്കോടെ കാണിക്കണമെന്ന് വിചാരിച്ചോ? വല്ല വായി നോക്കി പെണ്ണുങ്ങളെ അയാളെ തോണ്ടിക്കാണും, രണ്ട് കിളി വർത്താനം പറഞ്ഞു കാണും. പിന്നെ ചിലപ്പോൾ നിൻ്റെ പക്ഷവും നിൻ്റെ സംസാരം ചിരിയൊന്നും അയാൾക്ക് അത്ര മുമ്പത്തോടും അങ്ങോട്ട് ഏക്കണില്ല. ഇതാണ് ടെസ്റ്റ് പേപ്പർ. ഞാൻ പറഞ്ഞില്ല, അനൗൺസ്ഡ് എന്ന് പറഞ്ഞില്ലേ, പാഠ്യഭാഗത്തിൽ പഠിക്കാത്ത പുസ്തകം, പഠിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഇത് നീ പ്രതീക്ഷിച്ചില്ല. ഒരമ്മ എന്നോട് പറഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛാ 16 വയസ്സ് വരെ എൻ്റെ മകന് ഒരു പ്രശ്നമില്ല, അവൻ ഞാൻ ദൈവത്തിൻ്റെ പൈതലിനെ പോലെ വളർത്തിയതാണ്. ഈ 16-ാമത്തെ വയസ്സിൽ അവൻ കാണിക്കുന്ന കാട്ടം കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. കാര്യം പെട്ടെന്ന് ആളങ്ങ് ചേഞ്ച് ചെയ്തു പോകും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം. അപ്പം ഞാൻ പറഞ്ഞത് തിരിച്ചു വരും ചേച്ചി, വിഷമിക്കണ്ട. ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ ആളെ കണ്ടിട്ടാണ് പറഞ്ഞത്. കാര്യം തിരിച്ചു വരണ ഒരു കോൺസെപ്റ്റ് ലോകത്തിന് കൊടുത്തത് ഈശോയാണ്, അല്ലേ? എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വരും. അതുപോലെ നമ്മൾ അവനെ നല്ല കാലത്ത് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ കൂടെ അവനെ ചെല്ലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. ചില മക്കളൊക്കെ ഇങ്ങനെ 10, 16, 17, 18, 19, 24 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അപഭ്രംശം കാണിച്ചാലും ദേ വിൽ റിട്ടേൺ ബാക്ക്. അവൻ ചിലപ്പോൾ നീ വേണമെങ്കിൽ ചിലപ്പോൾ അവൻ തിരിച്ചു വരണമ്പോൾ നീ മരിച്ചു പോയെന്ന് വിചാരിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോഴെന്ത് ചെയ്യണം? തല ചായച്ച് സമർപ്പിച്ചാൽ മതി. ഇപ്പം മരണമില്ല ആനക്കാര്യമല്ലല്ലോ ഇപ്പോൾ, ഇടക്കിടക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇന്ന് പ്രസവിക്കണം, നാളെ ഞാൻ ചിലപ്പോൾ ഈ സമയത്ത് വേറെ അച്ഛനൊക്കെ പ്രസവിക്കണത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാരണം എനിക്ക് ആ വിഷയത്തിൽ
ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവരാണ് കണ്ടവരെക്കാളും ഭാഗ്യമുള്ളവരെന്ന്. പിന്നെ നമുക്കെന്താ കുഴപ്പം? അപ്പോഴങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും നീ നിരാശയോടെ കർത്താവിനടുത്ത് പോകേണ്ട ഒരു കാര്യമില്ല. തല ചായ്ക്കുക, സമർപ്പിക്കുക. ഈശോ നമുക്ക് തന്നൊരു സംഭവമാണ്. അത് തല ചായ്ക്കുക. അതായത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയം, ആകസ്മികമായിട്ടുള്ള സങ്കടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാത്ത ജീവിതാനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടാകുക, നമ്മൾ വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുണ്ടാകുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ പേര് നീ വിഷമിക്കാനോ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനോ, മിണ്ടാണ്ടിരിക്കാനോ, എല്ലാം തകർന്നെന്ന് ചിന്തിക്കാനോ ഒരു കഥയുമില്ല. മറിച്ച് എന്താണ്? തല ചായ്ക്കുക, സമർപ്പിക്കുക. ആ വചനം അതിമനോഹരമായൊരു വചനമാണ്. അതായത് യോഹന്നാൻ്റെ സുവിശേഷമില്ലേ 19:30, അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു. ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ തർക്കമില്ലാതെ, ബഹളമില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തെ സംഗ്രഹിക്കണം. ആ ഹൃദയത്തെ സംഗ്രഹിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് തലചായ്ക്കുക, സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? അടുത്താണ് നമ്മൾ തലചായ്ക്കണത്? പരമപിതാവിൻ്റെ തിരുസന്നിധിയിലാണ്. ആർക്കാണ് സമർപ്പിക്കണത്? ദൈവ തിരുസന്നിധിയിലാണ്. ഇതന്നെയല്ലേ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് പറയണത്. ഇപ്പം നമ്മൾ ലുക്ക 8:21, ലുക്ക 11:27 വചനങ്ങളെല്ലാം പറയണത് എന്താണ്? യേശുവിൻ്റെ അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. എപ്പോഴാണ്? ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചപ്പോഴല്ലേ? 2:52 ഈശോ കൈയൊഴിഞ്ഞ പോലെ സംസാരിച്ചേ. അപ്പോഴാണ് അമ്മ തല ചായ്ച്ചത്. ഈ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ പേരെന്താണ്? മരിയൻ ഉടമ്പടി തരാമെന്നാണ്. അതുകൊണ്ട് മരിയൻ കയറി വരണത്. ഞാൻ ചില സമയത്ത് ഓർത്ത് പോയിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണെന്ന് പറഞ്ഞില്ലേ? അത് ആ ശാന്തശീലതയും വിനീത ഹൃദയവും അമ്മ എവിടെയാണ് സൂചിപ്പിച്ചത്? എവിടെയാണ് അമ്മ ആദ്യം പ്രകടിപ്പിച്ചത്? ഈശോത്തെ പഠിച്ചു. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കാൻ പറയുന്നു. അതെവിടുന്നാണ് പഠിച്ചത്? ഈശോ കൈ ഒഴിഞ്ഞൊരു സമയമുണ്ട് അമ്മയ്ക്ക്. അതേത് സമയമാണ്? നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കണത്? എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അപ്പം തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നില്ലേ? ഇത് കൈയൊഴിയലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ 2:48 വായിക്കുന്ന സംഭവമില്ലേ? അമ്മയെ സംബന്ധിച്ചിടത്തോളം പുത്രൻ്റെ മകൻ്റെ കൈയൊഴിയലാണ്. അമ്മമാരെന്നെ കേൾക്കുന്നവരൊക്കെ ഓർത്തേക്കണേ. മക്കളിൽ നിന്ന് എപ്പോഴായാലും കൈയൊഴിയൽ നമ്മൾ മേടിക്കണമല്ല പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയണം. അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അമ്മ. ഈശോ എന്താ ചോദിക്കണത്? എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി എന്തുമാത്രം നിന്നെ അന്വേഷിച്ചെന്നോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അതാണ് ചോദ്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേവൃതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ? അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ മാപ്പപേക്ഷിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ. എൻ്റെ പേര് എലിയാമ്മ. ഞാൻ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലത്ത് സീനിയർ നഴ്സിംഗ് ഓഫീസറായി ജോലി ചെയ്യുന്നു. ഞാൻ നാട്ടിലെ എടത്വായിലാണ് എൻ്റെ സ്ഥലം. ഞങ്ങൾ ലീവിന് വരുമ്പോൾ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മെയ് മാസമാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ 3 പേരും വന്നു ഉടമ്പടി എടുക്കുവാനായി. അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ഫാമിലിയിൽ ഒരാൾ ഉടമ്പടി എടുത്താൽ മതിയെന്ന്. പക്ഷേ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. ഞാൻ ഹരിദ്വാറിലും മോള് ദെറാദൂണിലും ഹസ്ബൻഡ് നാട്ടിലുമായിരുന്നു ആ സമയത്ത്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 3 പേർക്കും ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി തന്നെ എൻ്റെ പ്രശ്നം, എനിക്ക് 10-15 വർഷമായിട്ട് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു നോർമൽ പ്രൊസീജിയറാണ്, നോർമൽ സർജറിയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു ലങ്സ് ഡാമേജ് ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ന്യൂമോണിയ, അങ്ങനെ TB അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. എൻ്റെ ഒരു ലങ്സ് ഓൾമോസ്റ്റ് ഡാമേജ് ആയിരുന്നു. ഒരു ലങ്സ് വർക്കിംഗ് പ്രോപ്പറായിട്ടുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റോണിൻ്റെ സർജറിക്ക് വേണ്ടി പല ഹോസ്പിറ്റലിലും കാണിച്ചു. അവർ എന്നോട് റിസ്ക് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വരും, അതുകൊണ്ട് സർജറി റിസ്ക് ആണ്. ഞാനപ്പോൾ ചെയ്യാതെ ഇരുന്നു. എനിക്ക് കാര്യമായ വേദനയൊന്നും ഇല്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മാതാവിന് ഞാനത് വിട്ടുകൊടുത്തു. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കാനുമായിട്ട് വന്നു നവംബറിൽ. അപ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ വന്നു പുതുക്കാനായി. എനിക്ക് മാതാവ് കാണിച്ചു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഫെബ്രുവരിയിൽ വന്നപ്പോൾ എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എനിക്ക് ഭയങ്കര പെയിൻ, എൻ്റെ ചെസ്റ്റിൽ പെയിൻ. എനിക്ക് ഒരു സാധനം പോലും എനിക്ക് കഴിക്കാൻ മേല. ഞാൻ അത്രമേൽ വേദന അനുഭവിച്ചു. ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ജോസഫച്ചനെ കാണണം. അപ്പോൾ അവർ സർജറിയാന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണിച്ചു. അച്ഛനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു സർജറി കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഞാൻ പോയി പല ഹോസ്പിറ്റലിലും കാണിച്ചു. അമൃതയിൽ കാണിച്ചു, ആസ്റ്ററിൽ കാണിച്ചു. അവരെല്ലാം റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഞാൻ രാജഗിരിയിൽ പോയി. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ലാതെ നിങ്ങളുടെ സർജറി നടക്കും. എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ മാതാവ് എന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിക്കും. എല്ലാ ടെസ്റ്റിന് കയറുമ്പോഴും എൻ്റെ കയ്യിൽ അതുണ്ടായിരിക്കും. ടെസ്റ്റ് ചെയ്യാൻ കയറുമ്പോൾ അവർ പറയും ഇത് മാറ്റണം. ഞാൻ പറയും ഇതെൻ്റെ കയ്യിൽ നിന്ന് മാറ്റരുത്, ഇതെൻ്റെ കയ്യിൽ മുറുകെ പിടിക്കണം. എനിക്കൊരു ധൈര്യമാണ്. എൻ്റെ സർജറി ഒരു കുഴപ്പവും കൂടാതെ കഴിഞ്ഞു. എനിക്കൊരു വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വന്നില്ല. നോർമലായിട്ട് എൻ്റെ സർജറി കഴിഞ്ഞു. അപ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ മൊത്തം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് 10-15 വർഷമായ ഗോൾ ബ്ലാഡർ സ്റ്റോണാണ്. ഇത് ക്യാൻസറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതെൻ്റെ ഉള്ളിലൊരു ഭയമായിരുന്നു. ഞാനിവിടെ ഡോക്ടറിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അതർ സ്റ്റേറ്റിൽ വെള്ളത്തിൻ്റെ പ്രോബ്ലം കാരണം വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളില്ല. എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്തു. ബയോപ്സിക്ക് വേണ്ടി അയച്ചു. പക്ഷേ ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് തന്ന എൻ്റെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമതായി ഞാൻ സാക്ഷ്യം പറയുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് 10 വർഷം കൂടുമ്പം അല്ലെ 5 വർഷം കൂടുമ്പം ട്രാൻസ്ഫർ വരും. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ ഗഡ്വാളാണ്. അത് പഹാഡ് ഒത്തിരി മേളിലോട്ടുള്ള ഹോസ്പിറ്റലുണ്ട്. പോകാൻ വഴി, റോഡ് എല്ലാം ബുദ്ധിമുട്ടാണ്. എനിക്ക് 2019 ഹരിദ്വാറിൽ നിന്നും ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 2 ശ്രീനഗർ ഉണ്ട്. ഒന്ന് ജമ്മു കാശ്മീർ ശ്രീനഗർ, അതല്ല പോടി ഗഡ്വാൾ ശ്രീനഗർ. അവിടേക്ക് എനിക്ക് ട്രാൻസ്ഫർ വന്നു. ഹരിദ്വാറിൽ നിന്ന് 8-9 മണിക്കൂർ യാത്ര ചെയ്താണ് ശ്രീനഗറിൽ പോകേണ്ടത്. സാരമില്ല മണിക്കൂർ, പക്ഷേ വഴി ഭയങ്കര മോശം. മഴ വന്നാൽ വഴി ബ്ലോക്കാവും. മണ്ണിടിഞ്ഞ് വീണും കല്ലിടിഞ്ഞ് വീഴും. നമ്മൾ പോകുന്ന വണ്ടി ബ്ലോക്കായി കിടക്കും. പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഞാൻ പോയി. 2019 പോയി. ഫാമിലിയും ഒത്തിരി വിഷമിച്ചു. ഞാൻ ദൂരെ പോയതിന് മോൾ പഠിക്കുമായിരുന്നു ദെറാദൂണിൽ. ഹസ്ബൻഡ് ഹരിദ്വാറിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ശ്രീനഗറിൽ പോയതിൻ്റെ വിഷമത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം തോന്നിയത്, എനിക്ക് പ്രാർത്ഥിക്കുവാനായി ഞാൻ തന്നെ ആയിരുന്നതുകൊണ്ട് എനിക്ക് മുഴുവൻ സമയം പ്രാർത്ഥിക്കാനായി എനിക്ക് ഒത്തിരി അവസരം ലഭിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞാൻ ധ്യാനം കേൾക്കുകയും പ്രാർത്ഥനയിൽ ഒത്തിരി മുറുകെ പിടിക്കുകയും ചെയ്തു.
എങ്ങനെയും ഇവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ വാങ്ങി എനിക്ക് തിരിച്ച് ഹരിദ്വാറിൽ പോകണം എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് എങ്ങനെയും ഇവിടെ നിന്ന് മാറണം. കൂടാതെ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാനൊരു സീനിയറായിട്ടും അവിടുത്തെ ഡോക്ടർ സീനിയർ CMS മെഡിക്കൽ സൂപ്രണ്ടൻറ്റ് വേറെ സിസ്റ്റർ കാരണം എനിക്കും അത് അനുഭവിക്കേണ്ടി വന്നു കുറേ വിഷമങ്ങൾ. 2021 കൊറോണ വന്നു. ഞാൻ അവിടെ അകപ്പെട്ടു പോയി. എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റുന്നില്ല, വണ്ടികളൊന്നുമില്ല വരാനും പോകാനും. കൊറോണയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് വന്നില്ല. പക്ഷേ വീട്ടിൽ വിളിച്ചപ്പം ഇവർ 2 പേർക്കും കൊറോണ എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ അവിടെ നിന്ന് പറ്റുന്നില്ല, ലീവ് കിട്ടത്തില്ല. ഞാൻ ആകെ വിഷമിച്ചു, വണ്ടിയില്ല, ഞാൻ എങ്ങനെ വരും, ഇവരെ ആരും നോക്കും. എങ്കിലും ഞാൻ CMSനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ, ഞാൻ എങ്ങനെയും വണ്ടി പിടിച്ച് പോകും. അപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ വന്നു, ഇവരെ ശുശ്രൂഷിച്ചു. എനിക്ക് തിരിച്ചു പോകണം. പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി വെളുപ്പിനെ 3 മണിക്കുള്ള ബസ്സിന് കയറിയാലേ എനിക്ക് രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. 3 മണിക്ക് എണ്ണിക്കാനായിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങി. 2 മണിയായപ്പോൾ എന്നെ വിറയ്ക്കാൻ തുടങ്ങി, പനിയുണ്ട്. ഞാൻ ആരോടും ഇവരോട് പറഞ്ഞില്ല, ഇവരോട് പറഞ്ഞാൽ എന്നെ വിടത്തില്ലെന്നറിയാം. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. ഇവർ വന്ന് നോക്കിയപ്പോൾ എനിക്ക് പനി നല്ലതായിട്ട് വിറയ്ക്കുന്നു. ഞാനൊരു പാരസിറ്റമോൾ കഴിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം. അപ്പോൾ ഇവർ പറഞ്ഞു പോകണ്ട, ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ 9 മണിക്കൂർ യാത്ര ചെയ്ത് പനിയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഡ്യൂട്ടി ജോയിൻ ചെയ്തു. അവരെൻ്റെ കൊറോണ ടെസ്റ്റ് ചെയ്തു. എനിക്ക് കൊറോണ പോസിറ്റീവ്. സാരമില്ല, ഞാൻ സഹിച്ചോളാം. എനിക്ക് എന്നെക്കാട്ടിൽ വലുത് എൻ്റെ ഫാമിലി ആയിരുന്നു. അവരെ നോക്കി വന്നതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്ക് കുഴപ്പമില്ലാതെ എൻ്റെ കൊറോണ എനിക്ക് രോഗം പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു. എൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പലരും ഉത്തരാഖണ്ഡിൽ ട്രാൻസ്ഫർ വന്നാൽ ഒന്നിൽ നമുക്ക് നല്ല സോഴ്സ് വേണം. മന്ത്രി സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഇല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ 10-20 വർഷം ജോലി ചെയ്യാം. നമുക്കാരുമില്ലെങ്കിൽ അവർ നമ്മളെ ഏത് സമയവും എടുത്ത് മാറ്റാം, എങ്ങോട്ടേലും തട്ടാം. 2 വർഷം കൂടുമ്പോൾ 5 വർഷമാണ് മിനിമം. അവർ 2 വർഷം ആയപ്പോഴേ എന്നെ എടുത്ത് മാറ്റി. കാരണം നമ്മൾ അന്യ സ്ഥലത്തു നിന്ന് വന്നതാണ്, നമ്മളെ അറിയുന്ന ആരുമില്ല അവിടെ, നമുക്ക് സോഴ്സ് ഇല്ല. ഞാൻ ട്രാൻസ്ഫറിന് വേണ്ടി അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 5 ലക്ഷം രൂപ തരുവാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഈ 5 ലക്ഷം കൊടുത്താലും പിന്നെയും 2 വർഷം കഴിയുമ്പോൾ പിന്നെയും എന്നെ മാറ്റിയിൽ എന്താ ആരൊരു പൈസയ്ക്ക് ആരും അതിനൊരു ഒപ്പിട്ട് തരത്തില്ലല്ലോ, നിങ്ങളെ മാറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു 5 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞു ആർക്കും പൈസ കൊടുക്കില്ല. എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ പൈസ കൊടുത്തില്ല. എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു സിസ്റ്ററും അവരും ഹരിദ്വാറിലുള്ളതായിരുന്നു. അവരുടെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. എന്നും രാവിലെ എഴുന്നേറ്റ് അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അവരുടെ പാസ്റ്റർ ഫോണിൽ കൂടെ അവരുടെ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. ഞാൻ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഫാമിലി ഉണ്ട്, ആ പാസ്റ്ററിനോട് പറയണം, എൻ്റെ മാതാവ് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാതാവ് നോക്കിക്കൊള്ളും. അപ്പോൾ അവരും എന്നോട് പറയും, അവർ മാതാവിൽ വിശ്വസിക്കുന്നില്ല, ഈശോയിൽ മാത്രം വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മാതാവിനോടും പ്രാർത്ഥിക്കുക, നിങ്ങളുടെയും ട്രാൻസ്ഫർ നടക്കും. എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നു ഹരിദ്വാറിലേക്ക്. ഞാൻ ഭയങ്കര സന്തോഷമായി. അവരുടേത് വന്നില്ല. അവർ ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു നിങ്ങളുടേതും വരും. അങ്ങനെ പൈസ കൊടുക്കാതെ, ഒരു പൈസ പോലും കൊടുക്കാതെ എൻ്റെ ഹരിദ്വാറിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ എനിക്കായി കിട്ടി. അതിലും മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഇതെല്ലാം എൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും എൻ്റെ മാതാവിൻ്റെ കൃപ മാത്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ 10-15 വർഷമായി എനിക്കൊരു സ്ഥലമുണ്ടായിരുന്നു നാട്ടിൽ. അവിടുന്ന് മാറി ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങാനായി ഒത്തിരി ശ്രമിച്ചു, പറ്റിയില്ല, ആരും മേടിക്കുന്നില്ല. ഒടുവിൽ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആ സ്ഥലം വിറ്റു. ഞങ്ങൾ ചനാശ്ശേരിയിൽ സ്ഥലം മേടിച്ചു, വീട് വെച്ചു. ഒരാഴ്ചയായുള്ളൂ വീടിൻ്റെ വഞ്ചരിപ്പ് കഴിഞ്ഞിട്ട്. മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. കൂടാതെ എൻ്റെ മോൾക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തൊട്ടേ അവൾക്ക് ചെറിയ ചെറിയ വയറ്റിൽ വേദനയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് ആണ്, അത് സർജറി ചെയ്തു.
സർജറി ചെയ്തു. അത് കഴിഞ്ഞ് അവൾക്ക് പിന്നെയും വേദന. അപ്പം എൻഡോസ്കോപ്പി ചെയ്തു, കൊറോണോസ്കോപ്പി ചെയ്തു. അതിലെ കൊളൈറ്റീസ് ആണെന്ന് പറഞ്ഞു. കൊളൈറ്റീസ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷേ ആഹാരമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റൂല. ആഹാരം കഴിച്ച ഉടനെ വേദനയാണ്. അത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം അവൾക്ക് ഭയങ്കരമായ ഒരു വേദന വന്നു. വേദന വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി. പല ഇഞ്ചക്ഷനും എടുത്തു. അവർ പറയുമല്ലോ, ഡോക്ടേഴ്സ് പറയും ഇഞ്ചക്ഷൻ എടുത്താൽ ഉടനെ പെയിൻ കുറയില്ല, കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയമായി വേദന മാറുന്നില്ല, ഛർദിലും. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപം ഉണ്ടായിരുന്നു. മോളും ഉടമ്പടി എടുത്തതാണ്, ഹസ്ബൻഡും ഉടമ്പടി എടുത്തതാണ്. മാതാവിൻ്റെ കാശ് രൂപം അവളുടെ വയറ്റിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവൾ കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോൾ അവളുടെ വേദന എല്ലാം മാറി. അവൾക്ക് വേദന വന്നതായിട്ടേ ഒരു തോന്നലില്ല. മാതാവിൻ്റെ കൃപയാണ്. ഇനിയും ഞാൻ സാക്ഷ്യത്തിനായി എൻ്റെ മോളുടെ കയ്യിൽ കൊടുക്കാം. എൻ്റെ പേര് എലിസബത്ത് ദേവസ്യ. മമ്മി പറഞ്ഞതുപോലെ ഞങ്ങൾ 3 പേര് ഒന്നിച്ചാണ് ഉടമ്പടി എടുത്തത് 2022 മെയ് 3 അപ്പം 7ാം ക്ലാസ്സിൽ എനിക്കൊരു ഓപ്പറേഷൻ നടന്നായിരുന്നു, അപ്പൻഡിക്സിൻ്റെ. അതൊരു ചെറിയ ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് ഇതുപോലെ വയറ്റിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അവർ പറയും അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനും ഈ വയറ്റിലെ വേദനയായിട്ട് ഒരു സംബന്ധവുമില്ല. അവർ പറയുന്നത് ഗ്യാസ്ട്രൈറ്റീസ് ആണ്, ഗ്യാസ് കൊണ്ട് ഉണ്ടാകുന്ന വേദനയാണെന്നാണ് അവർ പറയുന്നത്. മിക്കപ്പോഴും ഈ വേദന എനിക്ക് ഉണ്ടാകുന്ന രാത്രി സമയത്താണ്. എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് രാത്രി എണ്ണിക്കുക, ഉടനെ എനിക്ക് വേദനയാണ്. വേദന എടുത്തിട്ട് ഞാൻ ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മമ്മി നേഴ്സ് ആയതുകൊണ്ട് മമ്മിയുടെ ഈ പെയിൻ കില്ലേഴ്സൊക്കെ കാണും. ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനും പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ട്. അത് കുത്തിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ എനിക്ക് വേദന മാറത്തില്ല. അപ്പം 7ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ വേദനയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ BSc ചേർന്നു. 12th കഴിഞ്ഞ് BSc ചേർന്നു. ഞാൻ ദെഹ്റാദൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നിന്ന് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ആണെങ്കിലും ഈ ഫുഡ് എനിക്ക് ശരിയാവുന്നില്ല. എന്ത് ഫുഡ് കഴിച്ചാലും ഈ മുളക് പൊടി ചേർത്ത ഫുഡ്, ഒരു ചായ പോലും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഈ വയറ്റിലെ വേദന കാരണം എന്ത് കുടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ വയറ്റിൽ വേദനയാണ്. ഞാൻ തൈരും ചോറുമാണ് കൂടുതൽ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ബോയിൽ ചെയ്ത ഫുഡ്, അതൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒത്തിരി പ്രാവശ്യം രാത്രി വെളുപ്പിനൊക്കെ ആകുമ്പോൾ ഞാൻ പപ്പായ്ക്കും മമ്മിക്കും ഫോൺ ചെയ്ത് പറയും ഇതുപോലെ എനിക്ക് വയറ്റ് വേദന, എന്നെ വന്ന് കൊണ്ടുപോകും, ഡോക്ടറിനെ കാണിക്കുക. അതുപോലെ ഒത്തിരി വട്ടം ഇവർ വന്നിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ എന്നെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ട്. അപ്പം 2017 ഇതുപോലെ എൻ്റെ എൻഡോസ്കോപ്പി ക്ലോണോസ്കോപ്പി നടത്തിയപ്പോഴാണ് എനിക്ക് ഇതുപോലെ കൊളൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. കൊളൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിൽ ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ് പോലെ വരുന്ന ഒരു രോഗമാണ് കൊളൈറ്റീസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതിനൊരു കോഴ്സ് ഉണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ മാറും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം, ആഹാരമൊക്കെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോഴ്സ് കഴിച്ചു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ വേദന എനിക്ക് പൂർണ്ണമായിട്ട് മാറിയില്ല. തീവ്രമായ വേദന പിന്നെ എനിക്ക് സ്റ്റാർട്ടാവുകയാണ് ചെയ്തത്. ഇപ്പോഴാണ് 2022 ഞാൻ MSc പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ആൻറ്റിയാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ വന്ന് അമ്മയുടെ കൂടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം എനിക്ക് വേദന ഒത്തിരി എനിക്ക് കുറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി 2024 പുതുക്കിയ ശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വേദന മാറി. ഇപ്പം എനിക്ക് എന്ത് ഫുഡ് വേണേലും കഴിക്കാം, എനിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല. പിന്നെ 2022 ഞാൻ എൻ്റെ MSc കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം MSc ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിക്കാൻ അത്രയും ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പം MScയിൽ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. MSc ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ B.Ed ചെയ്തു. B.Edലും എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം തന്ന ഈശോയ്ക്ക് മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവസ്യ. ഞാൻ BSFിൽ നിന്ന് VRS എടുത്ത് വന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായി ഞാൻ മാതാവിനോട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനൊരവസരം തന്ന മാതാവിന് 1000 നന്ദി പറയാം. ഞാൻ 30 വർഷമായി മദ്യപിക്കുമായിരുന്നു. അത് 4 വർഷമായിട്ട് മദ്യപാനം പൂർണ്ണമായി എൻ്റെ നിലച്ചു. എനിക്ക് മദ്യപിക്കാനോ അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാനോ എനിക്കിപ്പോൾ ഒട്ടും ആഗ്രഹമില്ല. പിന്നെ ഉടമ്പടി എടുത്തത് മൂലം ഒത്തിരി പ്രാർത്ഥിക്കാനും
ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി ആഗ്രഹങ്ങൾ കൂടി തുടങ്ങി. ആത്മീയമായിട്ട് ഒത്തിരി ദൈവത്തോട് അടുക്കുവാൻ ദൈവം എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു. അതിന് മാതാവിനും ദൈവമാതാവിനും ദൈവകുമാരനും 1000 നന്ദി. സ്പിരിച്വലായി ഞങ്ങളുടെ കുടുംബം ഒത്തിരി മാറി. നേരത്തെ ഞങ്ങൾ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചിലപ്പോൾ ചൊല്ലും, ചിലപ്പോൾ ചൊല്ലിയില്ലെന്നായി. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല, ഞങ്ങളത് ചൊല്ലും. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇവിടുന്ന് പേപ്പർ കൊണ്ടുപോകും. ഞങ്ങൾ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഹിന്ദി പേപ്പറാണ് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള നോർത്ത് ഇന്ത്യൻസിന് ഞങ്ങളത് കൊടുക്കും, എൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഹരിദ്വാറിനടുത്ത് കോട്ദ്വാർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പ്രേംധാം ആശ്രമമുണ്ട്, നമ്മുടെ ഫാദേഴ്സ് സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. അവിടെ ഒത്തിരി അനാഥ കുട്ടികളുണ്ട്. ഞങ്ങൾ അവിടെ ഇടയ്ക്ക് സാധനങ്ങൾ കൊടുത്തു വിടും, പൈസ അയച്ചു കൊടുക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ എനിക്ക് ഒരു വിഷമം വന്ന കാര്യം, ഞാൻ ശ്രീനഗറിലായിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും മോൾക്ക് സ്കൂളിൽ നിന്ന് കോളേജിൽ ലീവായപ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നു. മമ്മി 4-5 മാസം മമ്മിയുടെ കൂടെ താമസിക്കാം. അന്ന് ഞാനും 1 റൂം സെറ്റാണ് എടുത്തത്. 2 റൂം സെറ്റ് എടുക്കുക, ഞങ്ങൾ കുറച്ച് ദിവസം മമ്മിയുടെ കൂടെ നിൽക്കാം. ഞാൻ 2 റൂം സെറ്റ് എടുത്തു, ഇവർ നിന്നു. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പം കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അന്നേരം പറഞ്ഞു മമ്മിയുടെ ഹോസ്പിറ്റൽ, എൻ്റെ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജാണ്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, 100-500 ബെഡിൻ്റെ ആണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. മമ്മിയുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ അവർക്ക് ഫുഡോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ മരുന്നെഴുതും ഡോക്ടേഴ്സ്, അവർക്കത് മരുന്ന് മേടിച്ച് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഈവനിങ്ങിൽ മോളും ഹസ്ബൻഡും ഞാനും കൂടെ പോയി. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ആദ്യം ഓർത്തു, ഞാൻ 3rd ഫ്ലോറിലെ വാർഡിൻ്റെ ഇൻചാർജാണ്. ഞാൻ ഓർത്തു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ പോയി, ഓർത്തോ വാർഡിൽ പോയി. പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്നു. അവരോട് അവരുടെ എന്താ ആവശ്യമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് മരുന്ന് വേണോ, അവിടെ ചായ കിട്ടത്തില്ല, ഈവനിങ് ടൈമിൽ ചായ കുടിക്കണോ, എന്താ വേണ്ടിയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പൈസ എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. അപ്പോൾ ഡ്യൂട്ടി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടറും സ്റ്റാഫും ഇരിപ്പുണ്ടായിരുന്നു. ആ സ്റ്റാഫ് എന്നെ അറിയുന്നതാണ്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേൺസ് വരും, അവിടെ അവർക്കാണ് ഡ്യൂട്ടി, അവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരോട് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ അന്വേഷിക്കുകയാണ്, രോഗത്തിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഈ സമയം വന്ന് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾ അവരുടെ റിലേറ്റീവ് അല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു സീനിയർ നഴ്സിംഗ് ഓഫീസറാണ്, അതിന് നിങ്ങൾ എൻ്റെ വാർഡിൽ എന്തിനാണ് വന്നത്? നിങ്ങളുടെ കയ്യിൽ എന്താണ് പൈസ? നിങ്ങൾ ക്രിസ്ത്യനാണ്, നിങ്ങളവരെ മതപരമായി നിങ്ങളവരെ ചേഞ്ച് ചെയ്യാൻ വന്നാണ്. കാരണം അവിടെ എല്ലാം നമ്മുടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്, ഹോസ്പിറ്റലിൽ ആരുമില്ല, പേഷ്യൻസ് എല്ലാം ക്രിസ്ത്യൻസ് ഒന്നുമില്ല. അപ്പം ഡോക്ടറിനോട് പറഞ്ഞത്, നിങ്ങളവരെ മതപരമായി നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വന്നാണ്, അവരെ നിങ്ങളുടെ ക്രിസ്ത്യാനിയിലേക്ക് അവരെ ആക്കാൻ വേണ്ടി വന്നതാണ്, പൈസ കൊടുത്ത്. ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഇതല്ല, നിങ്ങൾ എന്നെപ്പറ്റി മറ്റുള്ള സ്റ്റാഫിനോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ വേറൊരു സ്റ്റാഫ് അവിടെ ഇരുന്നു, പുള്ളിയൊന്നും മിണ്ടുന്നില്ല. എനിക്ക് വിഷമമായി. എന്നോട് പറഞ്ഞു, നിങ്ങളവരോട് സംസാരിക്കേണ്ട, നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞു. എൻ്റെ മോൾക്ക് ഒത്തിരി വിഷമമായി. അവൾ പുറത്തു വന്ന് കരഞ്ഞു. അവൾ പറഞ്ഞു, മമ്മി, നമുക്ക് ഒരു ആൾക്കാരെ സഹായിക്കാൻ പോലും ഉള്ള അർഹതയില്ലേ? ഞാൻ പറഞ്ഞു, സാരമില്ല. പിറ്റേ ദിവസം എൻ്റെ CMS എന്നെ വിളിച്ചിട്ടു എനിക്കൊരു ലെറ്റർ തന്നു. അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആശുപത്രിക്ക് വിരോധമായി, ഹോസ്പിറ്റലിന് വിരോധമായി നിങ്ങളുടെ മതത്തിലേക്ക് നിങ്ങൾ ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിന് സംസാരിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് എൻ്റെ മേട്രൻ പറഞ്ഞു. എനിക്ക് അവളെ നന്നായി അറിയാം, അവളങ്ങനെ ചെയ്യാൻ വന്നതല്ല. അപ്പോൾ CMS പറഞ്ഞു, പക്ഷേ ആൾക്കാർ പലതും പറയും. ഞാനതുകൊണ്ട് നിങ്ങളുടെ മുകളിൽ ആക്ഷൻ എടുക്കുന്നില്ല, പക്ഷേ ഒരു വാർണിംഗ് തരുന്നു, നിങ്ങളിത് മേലാൽ പ്രവർത്തിക്കരുത്. ശരി, ഞാൻ സമ്മതിച്ചു. എനിക്ക് ഇന്ന് വരെ ഞാൻ ഏത് ഹോസ്പിറ്റലിലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിന് പുരസ്കാരമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഞാൻ നല്ലൊരു നേഴ്സാണെന്നുള്ള ഒരു ഇതിൽ എനിക്ക് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്.
പക്ഷെ ഞാൻ ശ്രീനഗറിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ലെറ്റർ അതിന് വിരുദ്ധമായി. ഞാൻ സാരമില്ല, എൻ്റെ മാതാവിന് വേണ്ടിയാണ്, സഹിച്ചു. എനിക്ക് ശ്രീനഗറിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് വരണം, തിരിച്ചു വരണം. എനിക്കവിടെ പറ്റുന്നില്ല. പക്ഷേ അവിടെയുള്ള നമ്മുടെ ചർച്ചിലെ ഫാദർ സിസ്റ്റർമാർ അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാൻ ഫാദറിനോട് ഈ കാര്യം പറഞ്ഞു. ഫാദർ പറഞ്ഞു അവിടുത്തെ ഒരു ഡോക്ടേഴ്സിനെ അറിയാൻ വേണ്ട, ഇത് ഞാൻ സംസാരിക്കാം, പക്ഷേ ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട, കാരണം ഇഷ്യൂ ആയാൽ ഇത് വേറെ കാര്യങ്ങളിലേക്ക് നീങ്ങിപ്പോകും, അതുകൊണ്ട് ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നോളൂ. സാരമില്ല, ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ മാതാവിനോട് മുട്ടുമേ പ്രാർത്ഥിച്ചു, എനിക്കിങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യണ്ട, എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾക്ക് ആരുമില്ല, അന്യ സ്ഥലമാണ്. ഹരിദ്വാറിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി മലയാളികളുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മളെ അറിയുന്ന. ഞാൻ 10-20 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരെയും നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു ഇതില്ല. അപ്പോൾ എൻ്റെ മാതാവ് അത് കേട്ട് എനിക്ക് ശ്രീനഗറിൽ നിന്ന് 2022 ഞാൻ ഉടമ്പടി എടുത്ത് 2023 എനിക്ക് ശ്രീനഗറിൽ നിന്നും ഹരിദ്വാറിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി കിട്ടി. എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് ഈ സാക്ഷ്യം പറയാൻ അനുവദിച്ചു തന്ന എൻ്റെ മാതാവിനും ഒത്തിരി നന്ദി.